കുർസി ബച്ചാവോ ബജറ്റാണോ എന്നതാണ് ചോദ്യം. കസേര കാക്കാനുള്ള ബജറ്റാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കസേര കാക്കാനുള്ള ബഡ്ജറ്റാണ്. കാരണം പാർലമെൻറ്റിലെ നമ്പറുകൾ അത്രമാത്രം ദുർബലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സാധാരണ പറയുന്നത് ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ്. BJPയുടെ ഭരണത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ BJP തന്നെ അതൊരു ക്യാമ്പയിനായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇക്കുറി എന്താണ് സംഭവിച്ചത്? ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഡബിൾ എഞ്ചിൻ ഓഫ് ആവുകയും പകരം ഒരു സ്റ്റെപ്പിനിയായി കൊണ്ടുപോകുന്ന, അഥവാ ഇനി സ്റ്റെപ്പിനി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ബോധ്യമുള്ള സർക്കാർ സ്റ്റെപ്പിനിക്ക് കാറ്റടിക്കുകയും ചെയ്ത ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ ചുരുങ്ങിയ വാക്കുകളിൽ വിശേഷിപ്പിക്കാം. അതായത് നിതീഷ് കുമാർ ഇല്ലാതെ, ചന്ദ്രബാബു നായിഡു ഇല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഡബിൾ എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ ക്ലെയിം BJP അവസാനിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, പ്രധാനപ്പെട്ട എല്ലാ ലൊക്കേഷനുകളും പോയിരിക്കുന്നത് ഈ രണ്ടു പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലേക്കാണ്. അതിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഇനി തുടരുന്ന കാര്യത്തിൽ, ഈവൻ പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിലടക്കം പ്രത്യേക പാക്കേജ് ആന്ധ്രാപ്രദേശിന് കൊടുക്കുന്നു. ഞാനിതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മിക്കുന്ന പാലങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. കഴിഞ്ഞ 15 മാസത്തിനിടയിൽ 10ഓളം പാലങ്ങൾ പൊളിഞ്ഞുപോയ ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളത്. ആ ബീഹാറിൽ എക്സ്പ്രസ് വേക്ക് മാത്രമായി അനുവദിച്ചിരിക്കുന്നു. നോക്കൂ, 26,000 കോടി രൂപയാണ്. 3 പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേകളാണ് ബീഹാറിൽ വരാൻ പോകുന്നത്. ആ 3 പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേകളിൽ ഒന്ന് പട്ന പൂർണിയ, മറ്റൊന്ന് ബക്സർ ഭഗൽപൂർ, മറ്റൊന്ന് വൈശാലി ദർഭംഗ. ഈ 3 വലിയ ഹൈവേകൾക്കൊപ്പം തന്നെ ഈ ബക്സറിൽ ഗംഗാനദിക്ക് കുറുകെയുള്ള ഒരു വലിയ പാലം കൂടി നിർമ്മിക്കാൻ പോകുന്നു. 26,000 crore ആണ് എന്നത് ആലോചിക്കണം. നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനം 24,000 കോടി രൂപ മാത്രമാണ് ചോദിച്ചത്. അവിടെ കേരള സംസ്ഥാനത്തിന് 24,000 കോടിയില്ല. രണ്ടാമത് കേരളം ചോദിച്ചു, ഒരു എയിംസ് തരുമോ എന്ന് ചോദിച്ചു. ആ എയിംസിനെ കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. വീണ്ടും ചോദിച്ചു, ശരി, മിനിമം സപ്പോർട്ട് പ്രൈസ് നിങ്ങൾ പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചു. മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ കാര്യത്തിലും തീരുമാനമായില്ല. റബ്ബറിൻ്റെ താങ്ങുവില 250 ആക്കുമോ എന്ന് ചോദിച്ചു. അക്കാര്യത്തിലും യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അതേസമയം ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ അർത്ഥത്തിൽ ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഒരു പ്രധാന ഫോക്കസ് ഒരു കൊയിലേഷൻ ധർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു ശസ്ത്രക്രിയയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇനി അതിൻ്റെ റിയൽ ഫിഗറുകളിലേക്ക് വന്നാൽ ഇതിൽ ഏറ്റവും പോസിറ്റീവായി ഞാൻ കാണുന്നൊരു ആസ്പെക്റ്റ്, നെഗറ്റീവായിട്ടുള്ളത് അത് ഫെഡറലിസത്തെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുന്ന ഒരു ഫിസ്ക്കൽ ഫെഡറലിസത്തിന് തുരങ്കം വയ്ക്കുന്നതാണ് എന്നുള്ളതാണ്. ഒരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ കൊയിലേഷൻ ധർമ്മ ഒരു വലിയ ഉത്തരവാദിത്വമായി മാറുകയും അതനുസരിച്ച് സഖ്യകക്ഷികൾക്ക് കൂടുതൽ വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മൊത്തം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കുള്ള വിഹിതം എടുത്തു നോക്കിയാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്നതിൻ്റെ അത്രയും പോലും എത്തിയിട്ടില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് സൗത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൗത്തിൻ്റെ വിഹിതത്തെക്കുറിച്ച് ഞാൻ അടുത്ത റൗണ്ടിൽ പറയാം. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 കണക്കുകൾ നോക്കൂ. ഈ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ്, നമ്മളുടെ ധനക്കമ്മി 4.9% നിൽക്കുന്നു എന്നുള്ളതാണ്. 5.1% ആയിരുന്നു സാമ്പത്തിക സർവേ പ്രെഡിക്റ്റ് ചെയ്തത്. അത് 4.9% അത് 0.2% ഡിക്ലൈൻ സംഭവിച്ചു. അതൊരു പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. 4% ഈ ധനക്കമ്മി കുറയ്ക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക ശക്തിയെ മുന്നോട്ട് വയ്ക്കുന്നതാണ്, നമ്മളുടെ ധനശേഷിയെ മുന്നോട്ട് വയ്ക്കുന്നതാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ഉൾക്കരുത്ത് നമുക്കുണ്ടെന്ന് തെളിയിക്കുന്നതുമാണ്. തീർച്ചയായിട്ടും ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിലുള്ള ഫിഗർ ആശാവഹമാണ്. മൊത്തം നമ്മളുടെ രാജ്യത്തിൻ്റെ GDP വരുമാനത്തെയും ചെലവുകളെയും നമ്മളൊന്ന് കണക്കാക്കുകയാണെങ്കിൽ 32.07 ലക്ഷം കോടി രൂപ വരവും 48.21 ലക്ഷം കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്. ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. ഇപ്പോൾ റിസർവ് ബാങ്കിൽ തന്നെ 2 ലക്ഷം കോടി രൂപയോളം കേന്ദ്ര സർക്കാരിന് നൽകുന്നൊരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഈ പണം എവിടേക്കാണ് പോകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഇവിടെ ഈ 26,000 കോടി രൂപയും അടക്കം മറ്റു ചില പ്രളയത്തിൻ്റെ കാര്യത്തിലടക്കം ബീഹാറിന് കൊടുത്തതടക്കം 57,000 കോടി രൂപ, 1.5 ലക്ഷം കോടി രൂപ അവിടെ പോയി. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യത്തിലാണെങ്കിൽ 15,000 കോടി അവിടെ കൊടുത്തു. മറ്റു ചില മേഖലകളിൽ കൂടി ആന്ധ്രാപ്രദേശിന് പ്രത്യേക പ്രോജക്റ്റുകൾ അനുവദിച്ചു. മൊത്തം 28,000 കോടിയുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ കണക്കിലാക്കിയാൽ 75,000 കോടി, ഏകദേശം 1 ലക്ഷം കോടിയോളം സഖ്യകക്ഷികളുടെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്
കഴിഞ്ഞാലും നമ്മളുടെ റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഏകദേശം 48.21 ലക്ഷം കോടി രൂപ വരും. ഇതെവിടേക്കാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ? വേണമെങ്കിൽ പറയാം, 10 ലക്ഷം മുദ്രാ ലോൺ ഉണ്ടായിരുന്നത് 20 ലക്ഷം രൂപയാക്കി മാറ്റി. അത് ഇടത്തരം മീഡിയം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് എന്ന് നമുക്ക് പറയാം. ജനങ്ങളിലേക്ക് പണം എത്തിക്കുമെന്ന് പറയാം. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതാണ് മുദ്രാ ലോണിൻ്റെ വർധനവിനെ. അപ്പോൾ സാമ്പത്തിക ശക്തിയായി നമുക്കുള്ളൊരു സാഹചര്യത്തെ ഗ്രാമങ്ങളിലേക്ക് പണം എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നതും രണ്ട് വിഷയങ്ങളിലാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂത്തിന് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഫീസ് കൊടുക്കുന്നത്, സ്പേസിന് 18% വർധനവ് വന്നിരിക്കുന്നത്, അതേസമയം തന്നെ മുദ്രാ ലോൺ 10 നിന്ന് 20 ലക്ഷത്തിലേക്ക് അതൊരു പോപ്പുലിസ്റ്റ് മെഷറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെങ്കിലും അത് പണം പമ്പ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു മുന്നേറ്റമാണ്. അതും ഞാൻ സ്വാഗതം ചെയ്തു. സ്ത്രീകൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ശക്തി ജനങ്ങളിലേക്ക് എത്തിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനമായ ബഡ്ജറ്റ് പരാജയപ്പെട്ടു പോകുന്നത് 2 പോയിന്റുകളിലാണ്. ഒന്ന്, ഇത് ഫെഡറലിസത്തിൻ്റെ തത്വങ്ങളെ ബലികഴിച്ചു. അത് ബലികഴിച്ച് സഖ്യകക്ഷികൾക്ക് കൂടുതൽ വിഹിതം കൊടുത്തു, സൗത്തിനെ അവഗണിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളം പ്രതീക്ഷിച്ചതൊന്നും തന്നെ ലഭിച്ചില്ല. രണ്ടാമത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നോക്കൂ, ഇന്ത്യയിലെ 68% ജനങ്ങളും കഴിയുന്നത് ഗ്രാമങ്ങളിലാണ് എന്നതാണ് വസ്തുത. ആ 68% ജനങ്ങൾക്ക് ഗ്രാമത്തിലുള്ള ദരിദ്രരായ മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരുടെയും ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ അവരുടെ ചെലവിന് വേണ്ടി ഒരു മാസം എത്ര രൂപ ചെലവിടുന്നു എന്ന് ഈ സർക്കാരിന് കണക്കുണ്ടോ? ഉണ്ട്. 10 വർഷത്തിന് ശേഷം ഇതാദ്യമായി നമ്മുടെ രാജ്യത്തൊരു ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേ നടന്നു. ആ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേ പ്രകാരം നമ്മുടെ ഗ്രാമത്തിലുള്ള 68% ആളുകൾ 3323 രൂപയോളം, ഏകദേശം 3773 രൂപയാണ് അവരുടെ ചെലവായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെലവിനത്തിന് വേണ്ടി ചെലവിടുന്നത്, അതിജീവനത്തിന് വേണ്ടി ചെലവിടുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറായി 3773 രൂപയുള്ള ദരിദ്രരായ മനുഷ്യർ ജീവിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ 20% അതിദരിദ്രരാണെന്ന കണക്ക് വന്നിട്ടുണ്ട്. അവർക്ക് 3 നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത 98% ആളുകൾ ഈ 20%-ത്തിലുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ശക്തി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ധനക്കമ്മി കുറയുന്നതിൻ്റെ ആനുകൂല്യം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് പണം എങ്ങനെ എത്തിക്കും? അവിടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ നാട്ടിൽ അതിന് UPA സർക്കാരിൻ്റെ കാലം മുതലൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ്. MNREGക്ക് ഇത്തവണ എന്ത് സംഭവിച്ചു എന്നതാണ് ഞാൻ ഉറ്റുനോക്കിയത്. പണം ഈ സാധാരണ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അവിടെയാണ്. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ 3 മാസം കൊണ്ട് തന്നെ ഏകദേശം 44,000 കോടി രൂപയോളം ഈ ഇനത്തിൽ ചെലവിട്ട് കഴിഞ്ഞു. ഇനി നോക്കൂ, അവശേഷിക്കുന്നത് 42,000 കോടിയാണ്. 8 മാസത്തേക്ക് തൊഴിലുറപ്പിനുള്ള അധികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ കൂടി പണം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലുള്ളത് കേവലം 42,000-43,000 കോടി രൂപയാണ്. 3 മാസം കൊണ്ട് 44,000 കോടി ചിലവാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് ഇനി 8 മാസം ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വരുന്ന ആളുകൾക്ക് പണം കൊടുക്കുക? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിഹിതമാണ് MNREG സ്കീമിന് കിട്ടിയിരിക്കുന്നത്, തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടിയിരിക്കുന്നത്. കേവലം 1.78%. ഇത് കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ആ അർത്ഥത്തിൽ ഒന്ന് ഫെഡറലിസത്തെ നശിപ്പിച്ചു, രണ്ടാമത്തത് തൊഴിലുറപ്പ് വഴി പണം പമ്പിയാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തി. ആ കണക്കുകളിലേക്ക് കൂടി വന്നാൽ 2023-24 മൊത്തം നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ആക്ച്വൽ എക്സ്പെൻഡിച്ചർ 1,05,000 കോടി രൂപയായിരുന്നു. ഇത്തവണ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? ബഡ്ജറ്റിൽ 86,000 കോടി രൂപ മാത്രമാണ്. അതായത് 19,297 കോടി രൂപയുടെ കുറവ് തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്. എങ്ങനെയാണ് ഗ്രാമങ്ങളിൽ പണം എത്തുക? അതേസമയം തന്നെ ഗ്രാമങ്ങളിലെ തൊഴിലിൽ തേടി വരുന്ന തൊഴിൽ അന്വേഷിച്ചു വരുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഗവൺമെൻറ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ 2 പ്രധാനപ്പെട്ട നെഗറ്റീവ് ആസ്പെക്റ്റ്. ഒന്ന്, അത് ഫെഡറലിസത്തിന് അനുകൂലമല്ല, അത് ഫെഡറലിസത്തെ നശിപ്പിച്ചു, അത് ആന്ധ്രാപ്രദേശ് ബീഹാർ ബഡ്ജറ്റായിട്ട് മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് അടിസ്ഥാന വർഗ്ഗങ്ങളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന MNREG പോലെയുള്ള സ്കീമുകളെ അവഗണിച്ചു എന്നുള്ളതാണ്. മൈനോറിറ്റിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ 10 ലക്ഷം കോടി ഉണ്ടായിരുന്നത് 2 ലക്ഷം കോടിയാക്കി കുറച്ചു എന്നുള്ളതാണ്. അത് സാമൂഹിക നീതിക്ക് നിരക്കുന്നതല്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ
ധനകാര്യസ്ഥിതി ഏറെക്കുറെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതി നമുക്ക് നൽകും. അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 4.9% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി കുറച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച 5ാമത്തെ സാമ്പത്തിക ശേഷിയായിട്ട് മാറുന്നു. കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്ത് 5% നികുതി ഇളവ് നൽകുന്നു. അതൊക്കെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ അത് ഗ്രാമീണ മേഖലയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ അർത്ഥത്തിൽ ഡബിൾ എഞ്ചിൻ ഓഫ് ചെയ്ത് സ്റ്റെപ്പിനി ടയറിന് കാറ്റടിക്കുന്ന ബഡ്ജറ്റാണ് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇത് കസേര സംരക്ഷിക്കുന്ന എന്ന ഒരു പ്രാഥമിക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരുന്നത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഇടയ്ക്കിടയ്ക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മോദി ഇരുന്ന് ബെഞ്ചിൽ അടിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ പ്രവർത്തകരിൽ നിന്നും കാര്യമായ ഉണർവുണ്ടായിട്ടില്ല. അത് ശ്രദ്ധിക്കണം. സാധാരണ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ ആവേശം BJP ക്യാമ്പുകളിൽ ഉണ്ടാവുന്നതാണ്. അതൊന്നും ഇത്തവണ നമ്മൾ കണ്ടതുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് കുർസി ബച്ചാവോ ബഡ്ജറ്റ്. യെസ്, ഇറ്റ്സ് എ കുർസി ബച്ചാവോ ബഡ്ജറ്റ്.